ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വന്ന ഈ ഒരു കമൻറ്റ് റിയാക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കമൻറ്റ് ഈ സൈഡിൽ വെക്കാം. മറ്റൊന്നുമല്ല, രേണുവിൻ്റെ വീഡിയോയ്ക്കെതിരെ അടിയിലാണ് വന്ന കമൻറ്റ്. നമുക്ക് ആ കമൻ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഇച്ചിരി തോനെയുണ്ട് കേട്ടോ. ഞാൻ എഴുതി ഫുള്ള് 2 പേപ്പറിലൊക്കെ എഴുതി വെച്ചിരിക്കുക. അത് കമൻറ്റ് വായിക്കുന്നത് ഒറ്റ കമൻ്റാണ്, വലിയൊരു കമൻ്റാണ്. എങ്ങനെയെങ്കിലും ആണോ നിങ്ങളുടെ ഭാര്യ ജീവിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ചെലവിന് കൊടുക്കുന്നത് എന്തുകൊണ്ട്? രേണുസുതി എന്ന് ചോദിച്ചാൽ സുതി രേണുസുതി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സുതി നമുക്കറിയാവുന്ന കലാകാരനാണ്. അയാൾ അപകടത്തിൽ മരിച്ചു. കേറിക്കിടക്കാൻ ഇടവും നാട്ടുകാർ പിരിവെടുത്തു വീട് വെച്ചു കൊടുത്തു. കയറിക്കിടക്കാൻ ഇടമില്ലാത്തതിനാൽ നാട്ടുകാർ പിരിവിട്ട് വീട് വെച്ചു കൊടുത്തു. മരണച്ചിലവ് വരെ നടത്തി കൊടുത്തു. അവരുടെ മുമ്പിലാണ് അവർ അഹങ്കാരം നിറഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഈ പിരിവിട്ട് കൊടുത്തവർ വീട് വെച്ചു കൊടുത്തു. മറ്റേ ബോഡിയൊക്കെ സുധിച്ചേട്ടൻ്റെ ബോഡി അടക്കാൻ സഹായിച്ചു. അതിനുശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ എന്ത് സംഭവിച്ചു? രേണു എന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് പടവെട്ടി മക്കളെ നോക്കുന്നത്. ഈ വന്നിരുന്ന് തെരുത്താത്തയുടെ മുമ്പിൽ വന്നിരുന്ന് കിടച്ച ആ ചെറുക്കനായാൽ പോലും അവന് വരെ ചെലവിന് കൊടുത്തത് ഈ രേണുവാണ്. മനസ്സിലായ? എന്നിട്ട് രേണു അവനെ വെച്ചിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നത് ആരെയും ഇതുപോലെ എയർപോർട്ടിൽ ഒന്നും എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുന്നില്ല. എന്തൊക്കെയാ അമ്മച്ചി ഇത് എഴുതി വെച്ച്? എന്തുവരെ ഞാൻ ഇവിടെ കമൻറ്റ് കറക്റ്റ് എഴുതാം. ഞാൻ തന്നെ എഴുതാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ലോണം വായിക്കാനൊന്നും പറ്റുന്നില്ല. നിങ്ങളിത് വായിക്കുക, അവർക്കുള്ള മറുപടി അങ്ങോട്ട് കൊടുക്കുക. ഇതിനു മുമ്പിട്ട ആ വീഡിയോയിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കമൻറ്റ്. ധൈര്യമായിട്ട് നിങ്ങൾ മറുപടി കൊടുക്കുക. പിന്നെ ഈ പറയപ്പെടുന്ന ഈ അമ്മച്ചി പറയുന്നതാണ് സുധിച്ചേട്ടനെ നമുക്ക് അറിയാവുന്ന ആളാണ്. എല്ലാം ഓക്കെ, നമ്മൾ പിരിവെടുത്ത് കൊടുത്തു അവരെ ഇങ്ങനെയൊക്കെ ആക്കുമ്പം നിങ്ങൾ പറയുന്ന കണക്കി അവർ ജീവിക്കാൻ അല്ലെങ്കിൽ വസ്ത്രം ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ഒരു വീഡിയോയിലും ഒരു ഷോർട്ട് ഫിലിമിലോ ഒന്നും അഭിനയിക്കാൻ പോകാതെ ഇങ്ങനെ സ്വന്തമായിട്ട് എവിടെയെങ്കിലും നിങ്ങളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. നിങ്ങൾ മോഹൻലാലിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഒരു അവസരം മേടിച്ചു കൊടുക്കും. അവിടെ അവൾ പോവാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നു കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? സിനിമയിൽ നമ്മളിപ്പോൾ ഒരു വേഷം വേണമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി പോയാലുള്ള അവസ്ഥ എല്ലാവർക്കും, നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത് ഇൻഡസ്ട്രിയിലായാലും, മലയാള ഇൻഡസ്ട്രി ആയാലും തമിഴ് ഇൻഡസ്ട്രി ആയാലും എവിടെ ആയാലും, ഒരു പെൺകൊച്ചി ഇച്ചിരി കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകൊച്ചി എന്നിട്ട് അവസരം ചോദിച്ചാൽ ആദ്യം സംവിധായകൻ പറയുന്നത് വാ ഇന്ന റൂം നമ്പർ 22 അവിടെ വാ, സംസാരിക്കാണ്ടൊരു ഫേസ് ടെസ്റ്റ് കുറേയൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ സാധനവും നമ്മൾ ടെസ്റ്റ് ചെയ്ത് പ്യുവറാണെന്ന് നോക്കിയിട്ടേ നമ്മൾ നടത്തിയെടുക്കും. അപ്പോൾ അമ്മച്ചി ഒരു കാര്യം ചെയ്യും. അമ്മച്ചി ഇത്ര വലിയ കമൻ്റൊക്കെ ഇട്ട് അമ്മച്ചി എന്നാ അറിയണൊരു സിനിമയിലൊരു ചാൻസ് പിടിച്ചു കൊടുക്കും. ഇങ്ങനെ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് രേണു സ്വന്തം തുണി അഴിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ കിടക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി ഇതാണെങ്കിൽ ഷോർട്ട് ഫിലിമോ ഇനോഗ്രേഷനോ ഇൻ്റർവ്യൂയോ ഒക്കെ പങ്കെടുത്ത് ഉള്ള ചില്ലറ ഒപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. ദുബൈയിലൊക്കെ ട്രിപ്പ് പോകും. അവിടെ ഡാൻസ് ബാറിൽ പോയിട്ട് ഒന്നും അഴിച്ചിട്ട് ഒരുത്തൻ്റെയും കൂടെ കിടന്നൊന്നുമില്ലല്ലോ. മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ഡാൻസ് ബാറെങ്കിൽ ഡാൻസ് ബാർ എന്താ ഇതിൻ്റെയൊക്കെ ഭർത്താക്കന്മാർ അവിടെ പോയി കിടന്ന് ഡാൻസ് കള്ളുടിക്കുന്നിടത്ത് തന്നെ എനിക്ക് മോളും വരെ പോയി ഒഴിച്ചു കൊടുത്തത്. വേറെ അങ്ങ് ഒളിച്ചും പത്തൊന്നുമല്ല. കമൻ്റ് ഇടിയിൽ കാര്യം വന്നേക്കുന്നു. നമ്മുടെ കമൻറ്റ്